Health tips for every day, for everyone. From Dr. Mims. ഹലോ ഡോക്ടർ മിംസ്. യാസിർ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ ഫൈൻ. ഡോക്ടർ ഇപ്പൊ ഫ്രീ ആണോ? എനിക്ക് 1-2 സംശയങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അതെ, ഫ്രീ ആണ്. യാസിർ വന്നോളൂ. എന്താണ് ഡോക്ടർ ശരിക്കും MDR TB എന്ന് പറഞ്ഞാൽ? ക്ഷയരോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒന്നിലധികം മരുന്നുകൾക്ക് വഴങ്ങാത്ത ക്ഷയമാണ് MDR TB അഥവാ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്ന് പറയുന്നത്. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഇത് പലതരത്തിൽ സംഭവിക്കാം. ക്ഷയരോഗ ചികിത്സ പാതി വഴിയിൽ നിർത്തുകയോ മുടങ്ങുകയോ ചെയ്യുന്നത് വഴി രോഗാണു പ്രതിരോധ ശേഷി നേടാം. പിന്നെ TB ചികിത്സ പരാജയപ്പെട്ടവരിലും MDR TB വരാം. MDR TBയുടെ രോഗനിർണയം എങ്ങനെയാ? MDR TBയുടെ രോഗനിർണയവും ചികിത്സയുമെല്ലാം സങ്കീർണമാണ്. രോഗചരിത്രം, രോഗിയുടെ പശ്ചാത്തലം, കഫം കൾച്ചർ ചെയ്ത് നടത്തിയ പരിശോധനയുടെ റിസൾട്ട് തുടങ്ങിയവ വിലയിരുത്തിയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. ക്ഷയത്തിനുള്ള കാറ്റഗറി 1 ചികിത്സ പരാജയപ്പെട്ടവർ, കാറ്റഗറി 2 ചികിത്സയിലും കഫത്തിൽ അണുക്കളുള്ളവർ, MDR TB രോഗികളുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർ തുടങ്ങിയവരൊക്കെ സംശയിക്കപ്പെടും. ഇവരുടെ കഫം കൾച്ചർ ചെയ്ത് ഏതൊക്കെ മരുന്നുകളോട് അണുക്കൾ പ്രതിരോധശേഷി നേടിയെന്ന് കണ്ടെത്തണം. ഡ്രഗ് സസെപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇതുപോലെ ഞാൻ XDR TBയെ പറ്റി കേട്ടിട്ടുണ്ട്. എന്താണത്? MDR TB ചികിത്സ വിജയകരമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ രോഗം XDR TB അഥവാ എക്സ്റ്റൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് TB ആയി മാറാം. ഈ ഘട്ടത്തിൽ ചികിത്സകളൊന്നും തന്നെ ഫലിക്കാതെ വരും. ഇതിനെതിരെ നാം എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം ഡോക്ടർ? MDR TB പടർന്നു പിടിക്കുന്നത് പ്രതിരോധിക്കാനായി ഒന്നാമത് മനസ്സുവെക്കേണ്ടത് ക്ഷയരോഗി തന്നെയാണ്. കൃത്യമായി ചികിത്സയെടുത്തും ശരിയായ കാലയളവിൽ മരുന്ന് കഴിച്ചും രോഗി ഇതിനെ നേരിടണം. അതുപോലെ ചികിത്സ എടുക്കാതിരിക്കരുത്. ചികിത്സ ഇടയ്ക്ക് വെച്ച് നിർത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ക്ഷയരോഗികളെ കണ്ടെത്തി ചികിത്സയെടുക്കാൻ പ്രേരിപ്പിക്കുകയും വേണം. മരുന്നുകളെ പ്രതിരോധിക്കുന്ന ക്ഷയം കൂടി വരുന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ്. ക്ഷയരോഗബാധിതരും സമൂഹവും ഈ അവസ്ഥ വന്നു ചേരാതിരിക്കാൻ ജാഗ്രത പുലർത്തണം.